എല്ലാവർക്കും RTR 180 ഓഫ് റോഡ് ബൈക്ക് ബിൽഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വണ്ടിയുടെ ബിൽഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ. നമുക്ക് ഇതിൻ്റെ ബാക്ക് ടയർ മാറാനുണ്ട്, അതുപോലെ ഇതിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ് നിൽക്കണം, ഒറ്റ നെട്ടലാണ്, ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് ഓടിയാണ്ടിരിക്കാൻ അതും മാറണം, അതുപോലെ ബ്രേക്ക് ഫ്ലൂയിഡ് നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്, ബാറ്ററി അത്തിടക്കാണ്, ബാറ്ററി ചാർജ് ചെയ്യണം, പിന്നെ നമ്മുടെ ഓയിൽ മാറിയെടുക്കണം. അപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അല്ലേ. കടയിലോട്ട് ഈ വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ നല്ല പോലീസുകാരും നോക്കി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കിട്ടുകയല്ല. അതുകൊണ്ട് ഇത് ഊരിക്കൊണ്ട് പോയിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്, ടയർ ഊരിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ടയർ മാത്രമായിട്ട് കടയിലോട്ട് കൊണ്ടുപോകാം. അതുപോലെ ഈ നട്ട് ടൂറിന് കാര്യം ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ വന്ന എല്ലാം റൈറ്റ് ഹാൻഡ് ത്രെഡ് നട്ടാണ്. അതായത് ഇങ്ങനെ ക്ലോക്ക് വൈസ് വരുമ്പം ടൈറ്റും ആൻറ്റി ക്ലോക്ക് വൈസ് ലൂസും ആ രീതിയിലാണ് വന്നത്. അപ്പോൾ ഏത് നട്ടാണെങ്കിലും സംശയം വരുവാണെങ്കിൽ അങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. എങ്ങനെയൊക്കെ അടിച്ച് ഊരി എടുക്കണം, അതാണ്. അപ്പം അത്ര വരെ ജസ്റ്റ് കാലിപ്പുറങ്ങ് മാറ്റിയിടാം. പാട് കുഴപ്പമില്ല, പാട് നമ്മൾ മാറേണ്ട ആൾക്കാരാണ്. ഇതുപോലെ ആദ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഊരുമ്പോഴേ കറക്റ്റ് എങ്ങനെ ഇരുന്നെന്ന് നോക്കി വെക്കുകയാണെങ്കിൽ, അല്ല ഫോട്ടോയൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ തിരിച്ചിടാൻ നേരത്ത് പാട് വരില്ല. അതൊരു നല്ല കാര്യമായിരിക്കും. അല്ല തിരിച്ചു വെക്കാൻ നേരത്തെ എവിടെ കയറ്റേണ്ടതെന്ന് അറിയില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്താൽ മതി. നമ്മുടെ ടയർ കൂട്ടൻ ഒരു ലേശം കൂടെ പോകാനുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ സ്പ്രോക്കറ്റ് അഴിക്കണം. മറ്റേ ലൂസായി വന്നിട്ടുണ്ട് കേട്ടോ, സമാധാനം. അപ്പോൾ നമ്മൾ സാധനം എല്ലാം ഊരിയിട്ടുണ്ട് കേട്ടോ. സ്പ്രോക്കറ്റ് ഊരി, ബാറ്ററി റെഡിയാക്കിയിട്ടുണ്ട്, ടയർ ഊരി എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇതും കൊണ്ട് കടയ്ക്ക് പിടിക്കാം അല്ലേ. പോകാമെന്ന് വെച്ച് സാധനമൊക്കെ കഴിച്ച് വണ്ടിയൊക്കെ കയറ്റിയപ്പോൾ നല്ല മഴയും തുടങ്ങിയിട്ടാ. നല്ല മഴയായിരുന്നു, നല്ല മഴയും കഴിഞ്ഞ് മൊത്തം മഞ്ഞായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേണ്ട സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് റിപ്പയർ തുടങ്ങിയേക്കാം. ഫസ്റ്റ് നമുക്ക് ഓയിലിൽ നിന്ന് തന്നെ പരിപാടി തുടങ്ങിയേക്കാം. നമുക്കിതിപ്പം കഴിച്ചിട്ട് ഓയിൽ ഡ്രെയിൻ ചെയ്യാൻ വെക്കുവാണെങ്കിൽ ഓയിൽ പൊക്കോളൂ, മറ്റേ പരമാവധി പറ്റി പൊക്കോളൂല്ലോ. ഓയിലിനട്ടൊക്കെ കഴിക്കുമ്പം പരമാവധി പറ്റുന്ന പോലെ റിംഗ് സ്പാനർ യൂസ് ചെയ്യുക. അതാണെങ്കിൽ പിന്നെ മറ്റേ ഗ്രിപ്പ് പോകില്ല, ത്രെഡ് പോകാണ്ടിരിക്കും. ഈ 1000 ml എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് എന്തൊരു ഓയിൽ വേണ്ടതെന്ന് വണ്ടിയുടെ ആ എൻജിൻ സൈഡിൽ തന്നെ കാണും, അത് നോക്കിയാൽ മതി. പിന്നെ ഊരണ്ടെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒത്തിരി ബലം പിടിക്കാണ്ടിരിക്കുക, ഒന്നുകൂടെ നോക്കുക നമ്മൾ കാണിക്കണ പരിപാടി സെറ്റാണോ, കറക്റ്റ് സൈഡിലോട്ടാണോ നമ്മൾ കറക്കണേ, ഒന്നുകൂടെ നോക്കുക, എന്നിട്ട് ഒത്തിരി ബലം പിടിക്കാവുള്ളൂ. അത് ഈ ഓയിലിനട്ടൊക്കെ ഓവർ ടൈറ്റ് ആക്കിയാലും പ്രശ്നം വരുന്നതാണ്. അപ്പം ഓയിൽ മാറൽ കാര്യത്തിൽ അത് ശ്രദ്ധിക്കണം. ഇതാണ് ഓയിൽ നെട്ട്. ഇതുണ്ട് ഇവത്തേൽ എന്തെങ്കിലും കൊണ്ട് അറിയാൻ പറ്റും. ഇവത്തെ കാര്യമായിട്ടാണ് ഇരിപ്പുണ്ടായിരുന്നു. എന്താ ഭയങ്കര മെറ്റൽ പീസ് ഇരിപ്പുണ്ട്, എന്ത് സാധനം എന്ന് അറിയത്തില്ല. തൽക്കാലികത്തിനുള്ള വണ്ടിയാണ്, കുഴപ്പമില്ല, ഇങ്ങനെ കിടക്കട്ടെ. അയ്യോ, പിന്നെ ഇതങ്ങ് വൃത്തിയാക്കിയാൽ നല്ലതാണ് കേട്ടോ. ഈ ഓയിൽ നെട്ട് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ആണ്. ഇവിടെ മാഗ്നറ്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ മെറ്റൽ പീസ് എല്ലാം കൂടെ ഇവിടെ കളക്ട് ആവും. അപ്പോൾ ഓയിൽ മാറുമ്പം ഇവിടെ നോക്കിയാൽ അറിയാം, വണ്ടിയുടെ എഞ്ചിൻ്റെ കണ്ടീഷൻ അറിയെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. വണ്ടിയുടെ ഓയിൽ ഡ്രെയിൻ ആവാൻ സമയം കൊടുത്ത് ബാക്കി ഐറ്റംസ് തിരിച്ചു പിടിപ്പിക്കുക. പിന്നെ നമ്മുടെ അടുത്ത പരിപാടി നമുക്ക് ബ്രേക്ക് ഫ്ലൂയിഡ് ഫില്ല് ചെയ്യണം കേട്ടോ. ഇതിനകത്തൊന്നും ഇല്ല, ഇത് മൊത്തം കാലിയാണ്. ഫുള്ള് ഫില്ല് ചെയ്തേക്കാം. ഇതിനകത്ത് തന്നെ മാക്സിമം മിനിമം ലെവലുണ്ട്, അത് നോക്കിയിട്ട് അതിനകത്ത് ഒഴിച്ച് വെച്ചാൽ മതി. ഇതാണ് നമ്മൾ ബ്ലീഡ് ചെയ്യണേ. ബ്രേക്ക് ഫ്ലൂയിഡ് വീണ് കഴിഞ്ഞാൽ പെയിൻ്റൊക്കെ പോകും. ഇതിന് പെയിൻറ്റ് പോകാനൊന്നും ഇല്ല, എന്നാലും ഇരിക്കട്ടെ. ഇതിനകത്ത് ഫ്ലൂയിഡ് ലേശം ചാടി വരണം, തീരെ ഇല്ലായിരുന്നല്ലോ, ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഇതിനകത്ത് കിടക്കണ എയറൊക്കെ ചാടി പോയിട്ട് ഫ്ലൂയിഡ് ഫില്ലായി വരണം. ഫില്ലായി കഴിയുമ്പോൾ ഇതിലെ ഓയിൽ ചാടി വരും നമ്മുടെ ട്യൂബിനകത്തൂടെ. അതെ, അതിനകത്തൂടെ അല്ല കാണണമെന്നേ ഉള്ളൂ കേട്ടോ. ബ്ലീഡിങ് നെറ്റ് ഏതാണ്ട് സ്റ്റക്കാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ബ്രേക്ക് ആയിട്ടുണ്ട് കേട്ടോ, ബ്രേക്ക് ഫീലുണ്ട്. ഓക്കെ, അത് മതി, സെറ്റ്. ഇപ്പം ബാറ്ററി കയറ്റാൻ സമയം കേട്ടോ. ഇനി ബാറ്ററി, അതുപോലെ ബാറ്ററി കയറ്റുമ്പം ആദ്യമേ പ്ലസ് കണക്ട് ചെയ്യുന്നതാണ് നല്ലത്. അല്ലാണ്ട് കണക്ട് ചെയ്തിട്ട് മൈനസ് ബാറ്ററി കണക്ട് ചെയ്തിട്ട് പ്ലസ് കണക്ട് ചെയ്താൽ ചിലപ്പോൾ പ്ലസ് അടിച്ച് ഷോർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഊരുമ്പോൾ ആദ്യം നെഗറ്റീവ് ഊരി എടുക്കുക, ഇടുമ്പോൾ ആദ്യം പോസിറ്റീവ് പിടിപ്പിക്കുക. അത് തന്നെ ഏതാണ്ട് അത് തന്നെ കണക്ക്. ഓക്കെ,
ടെർമിനലൊക്കെ അത്യാവശ്യം നന്നായിട്ട് കണക്റ്റാക്കി വെക്കണം കേട്ടോ, എന്നാലേ ഇരിക്കുള്ളൂ. ഇത് സാധാരണ കളർ വ്യത്യാസമുണ്ട്, ഇതിങ്ങനെ എല്ലാം കൈപ്പണിയായിട്ട് വെച്ചേക്കണ വയറിങ്ങാണ്, അതുകൊണ്ട് എല്ലാം ഒരേപോലെ ഇരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഓയിലും കൂടെ ഒഴിച്ചാൽ മതി. ഓയിലും കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നോക്കാൻ സ്റ്റാർട്ടാകുമെന്ന്. എല്ലാം പ്രതീക്ഷയും സ്വപ്നങ്ങളുമാണ്. ലാസ്റ്റ് സ്റ്റാർട്ടായിക്കൊണ്ടിരുന്നതാണ്, എന്നാലും ചെറിയ കംപ്ലയിൻറ്റ് നല്ലോണം ഉണ്ടാകും. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ സ്റ്റാർട്ടാക്കിക്കൊണ്ടിരുന്നതാണല്ലോ, അത് കഴിഞ്ഞിട്ട് പിന്നെയും ചെറുതായിട്ട് മിസ്സിങ് ഇഷ്യൂ കാണിക്കണ്ടായിരുന്നു വണ്ടി. ഓയിലും കൂടെ ഒഴിച്ച് നോക്കിയിട്ട് നമുക്ക് നോക്കാം സ്റ്റാർട്ടാകുമെന്ന്. ഓയിലൊക്കെ ഒരിക്കലും ഓവർഫിൽ ആവാണ്ടൊക്കെ നോക്കണം, ഒക്കെ ആയിക്കഴിഞ്ഞാൽ മൊത്തം പണിയാവും. ഇതിൻ്റെ സെൽഫ് സ്റ്റാർട്ട് സ്വിച്ച് വർക്കിംഗ് അല്ല. കിക്കർ അടിച്ച് മടുക്കണ്ടാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് തൽക്കാലം ഇത് ഷോർട്ടാക്കിയിട്ട് സ്റ്റാർട്ടാക്കാം. അത് ചെയ്യണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് സ്റ്റാർട്ടറല്ലേ, ഇത് ഊരിയിട്ട് അപ്പോൾ ഊരി പോകുന്നില്ല. ഓക്കെ, ഇത് ഊരണു. പിന്നെ ഈ ബാറ്ററിയിൽ നിന്ന് പറഞ്ഞ മെയിൻ വയർ കണ്ട, അതുപോലെ മെയിനായിട്ട് ഇവിടെ നിന്ന് ഈ റിലേയുടെ അടുത്തുനിന്ന് മറ്റേ സെൽഫ് സ്റ്റാർട്ട് മോട്ടറിലോട്ടൊരു വയർ പോകുന്നുണ്ട്. നമുക്കത് രണ്ടും കൂടെ കൂട്ടിമുട്ടിച്ച് ഷോർട്ടാക്കിയാൽ മതി, അങ്ങനെ കറണ്ട് അങ്ങനെ സ്റ്റാർട്ട് ആയിക്കോളും. നമുക്കത് നോക്കാം തൽക്കാലം, കിക്കറടിച്ച് മടുക്കണ്ടല്ലോ. എൻ്റെ സ്റ്റാർട്ടാവുന്ന ലക്ഷണം കാണുന്നില്ല, നോക്കട്ടെ. സ്റ്റാർട്ട് ഒന്നും നടിക്കുമ്പോൾ ഞാൻ വരെ റണ്ണിങ് ആണ്ട. കൈ കൊടുത്ത് നോക്കാം, കൈ കൊടുത്താൽ പണിയാ, ഒന്നുകൂടെ അല്ലാണ്ട് എടുക്കാം. കുറച്ച് നേരം റണ്ണിങ് കിടക്കട്ടെ വണ്ടി. സ്റ്റാർട്ടായിട്ടുണ്ട്, അങ്ങനെ കിടന്ന വണ്ടി ഒന്ന് ചൂടായി വരട്ടെ. നമ്മൾ ആ വണ്ടി കൊണ്ട് റൈഡ് പോകാമെന്ന് വെച്ചു കേട്ടോ. അപ്പം അതിൻ്റെ ടാങ്ക് ഭയങ്കര സീനാണ്. ടാങ്ക് ഫുള്ള് മറ്റേ വാട്ടർ സർവീസ് അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും തുരുമ്പാണ്. അപ്പോൾ ആ ടാങ്ക് വേറെ ടാങ്ക് വരണം. അപ്പോൾ തൽക്കാലം നമ്മൾ കുപ്പിയും സെറ്റ് ചെയ്തിട്ട് പോകാമെന്ന് വെച്ച്. കുപ്പിയിലൊക്കെയാണ് വണ്ടി ഓടുന്നത്. അത് തന്നെ, അപ്പോൾ അതിൻ്റെയാണ് പ്രശ്നം. അല്ലെങ്കിലും ടാങ്ക് മാറാനുള്ളതാണ്, വേറെ മോഡലാക്കാനുള്ളതല്ല. നമുക്ക് സ്ക്രാംബ്ലർ തന്നെ ആക്കി എടുക്കാനാണ്. ഇപ്പോൾ തൽക്കാലം ഇതും കൊണ്ടൊന്ന് ഓടിച്ച് നോക്കാം, അപ്പോൾ കറക്റ്റ് ഇഷ്യൂ അറിയാമല്ലോ. ഈ നല്ല ചെറിയൊരു ഓഫ് റോഡ് പിടിക്കാമല്ലോ. വണ്ടി റണ്ണിങ്ങിന് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടാങ്കിൻ്റെ ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് മോഡിഫിക്കേഷൻ നടക്കാം. റൈഡിൻ്റെ കുറച്ച് വീഡിയോയും ബാക്കി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ അത് എൻജോയ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. പോയാ ഞാൻ ഇത്തരം കുറവാ. നമ്മള് ഫ്രണ്ടൊക്കെ എടുത്ത് പൊക്കിയാ തന്നെ വരെ പോയി. പറ്റാവരെ ഇപ്പൊ ചത്തേരെ, ഇപ്പൊ പോയാലോ നമ്മള് ഡാമി ചത്തേരെ ഈ വഴിക്ക്. വണ്ടി ഓഫായില്ലടാ. കോപ്പ് ഇപ്പൊ താഴെ പോരെ. ഇതൊക്കെ താട്ടെ, ഇത് പ്ലാറ്റ്ഫോം ഏതാണെന്നറിയുന്നില്ലടാ. ആ ഇതിലേക്കാ പോകണ്ടവൻ. അയ്യോ നല്ല കയറ്റോ.
നല്ല കയറ്റാ ചാവരയിലോട്ട്. ആ ഒറ്റപ്പെടുത്തും പിടിച്ചോ. പറ്റുവാണെങ്കിൽ ഒറ്റപ്പെടുത്തിന് കയറിക്കോ. അതാണ് അതിപ്പോൾ ഇവിടെ തന്നെ പ്രശ്നം. കള്ളയാണ്ട് തന്നെ കളിക്കുള്ളൂ. വഴിയൊക്കെ മാറിപ്പോയാൽ മറ്റേ ചത്ത് പ്ലാറ്റ്ഫോമിൽ താഴെ കാട്ടി കിടക്കും പോയിട്ട്. ബാക്കിയൊക്കെ തെറ്റി മാറുന്ന അവൻ പോയി. കുഞ്ഞിപ്പുണ്ട. അതെ ഗ്രിപ്പ് ഇട്ട് തെറിച്ചു പോതല്ലേ. ഓക്കെ ബൈ.